ഈ കഥ നമ്മൾ ഇനി കട്ട് ചെയ്യുന്ന പാല അൽഫോൺസ കോളേജിലേക്കാണ്. Yes. അൽഫോൺസ കോളേജിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ ഇന്നത്തെ പ്രശസ്തനായ ഒരു നടൻ അവിടെ വന്ന് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി നാണിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ തെളിയുന്നത്. ലുക്ക് അറ്റ് ദി എന്റെ മൈൻഡ് എല്ലാം പോയി. ഞാൻ ഈ നമ്മൾ ഈ ചെയ്ത കാര്യം വിളിച്ചു പറഞ്ഞ പോലെ മോശമായി പോയോ? ഇല്ല അതൊക്കെ വളരെ നന്നായി. കാര്യം നമ്മളെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മള് ആ പാല അൽഫോൺസ് കോളേജിൽ ആ പെൺകുട്ടി ഒന്ന് കണ്ടേക്കൂ. ഇത് 16ാമത്തെ വയസ്സിലാണ് ഈ പെൺകുട്ടി പാല അൽഫോൺസ് കോളേജിൽ വെച്ച്. ഞങ്ങള് കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിലാണോ ഏതും മാതൃഭൂമി കലോത്സവം എന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ ചാക്കോച്ചനെ കണ്ട ആവേശത്തിൽ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടി ഓടി നിന്ന്. ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ആ സമയത്ത് നിറം സിനിമ ഞങ്ങൾ ആ കോളേജിൽ നിന്ന് ആദ്യമായിട്ട് എല്ലാരും കൂടെ കൊണ്ടുപോയ സിനിമയൊക്കെയാണ് നിറം. അങ്ങനെ തലയ്ക്ക് ഭ്രാന്തായി നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണുമ്പോ മുഖത്തുണ്ട് ആ ഒരു ആരാധന. മലയാള സിനിമയിൽ ഏറ്റവും അടുപ്പം ആരോടാ? ആരോടും ഇല്ല. അങ്ങനെയല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഇന്ന ഫ്രണ്ട്സ് ഒന്നുമില്ല. എല്ലാവരുമായിട്ടും അടുപ്പാണ്. അടുപ്പം കൂടുതലാണോ? അടുപ്പം കൂടുതലും ഇല്ല എന്ന് വെച്ചാൽ ഞാൻ നമ്മളൊരു ലാവണ്യപരമായ അകലം പാലിക്കൂ, അത് സൗന്ദര്യപരമായ അകലം? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒത്തിരി പുറത്ത് എല്ലാവരുടെ കൂടെ കറങ്ങാൻ പോവാ, ഭക്ഷണം കഴിക്കാൻ പോവാ, ഈ വക കാര്യങ്ങളൊന്നും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. റിമിനെ അങ്ങനെ കാണാനല്ലോ. എനിക്കറിയത്തില്ല. കിട്ടുന്ന സമയത്ത് വീട്ടിലിരിക്കുകയും പിന്നെ ഇപ്പൊ ഈ 3 പിള്ളേരും കൂടെ ഉണ്ടായിട്ട് എല്ലാവരും പിള്ളേർ ചിലർ പിള്ളേർ എന്റെ ആണോന്ന് തന്നെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ തിരുത്താൻ പോകാറില്ല. ഈ അടുത്ത് ഞാനൊരു ട്രിപ്പിന് പോയപ്പോ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ട് റഹ്മാൻ ചേട്ടനെ കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ പോവാണ്, ഒരു യാത്ര പോവുക. അപ്പൊ പിള്ളേര് ചോദിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു പിള്ളേര് കുഴപ്പമില്ല. അപ്പൊ പുള്ളി ഈ തള്ള ഒറ്റയ്ക്ക് ആ പിള്ളേരെ കറങ്ങാൻ നടക്കുവാണല്ലേ എന്നാണ് പുള്ളിയുടെ മനസ്സിൽ. പിന്നെ ഞാൻ പറഞ്ഞു അനീതിയുടെ അനിയന്റെയും പിള്ളേരാണ്. അതല്ലേ അല്ല, ഞാനിങ്ങനെ കാണുമ്പോ റിമിയുടെ പിള്ളേരാണ് എന്ന് വിചാരിച്ചു. അവര് വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. ഇത് റിമിയുടെ പിള്ളേരാണ്. അതില് ഏറ്റവും ചെറുത് കൺമണി കുട്ടാപ്പി കുട്ടിമണിയാണ്. അതിൽ ഏറ്റവും ചെറുത് ഒരു കുട്ടിമണിയാണ്. എനിക്ക് അറിയത്തില്ല, എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നാട് വിട്ട് നിൽക്കുമ്പോഴും വീട്ടിൽ വരാൻ തന്നെ തോന്നുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പൊ സാറിന് പിള്ളേരുണ്ടെങ്കിൽ അറിയാം. പിന്നെ പിള്ളേരുണ്ട്. അപ്പൊ ആ വീട്ടിലോട്ട് കുറച്ച് നാൾ കൂടി ചെല്ലുമ്പോ ഈ പിള്ളേരെ കാണാതിരിക്കുമ്പോഴൊക്കെ ഉള്ള നമ്മുടെ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇവരെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടി എന്നെ മമ്മാന്നാ വിളിക്കണേ. ആ കൊച്ചിന്റെ അമ്മേനെ അമ്മാന്നും എന്നെ മമ്മാന്നും. അതൊരു സന്തോഷമുള്ള. ഞാൻ കുളിപ്പിക്കണം, ഞാൻ ഭക്ഷണം കൊടുക്കണം, ഞാൻ എന്റെ കൂടെ തന്നെ 24 മണിക്കൂറും. ഒരു മാത്രമല്ല റിമി, നമ്മള് എവിടെയെങ്കിലും വിദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് മാടി വിളിക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റം വേണ്ടേ? വേണം അല്ലേ? ആ ഒരു ഐറ്റമായിട്ട് ആ കുട്ടികൾ വളരട്ടെ. ഓക്കെ, സന്തോഷമുള്ള ഒരു കാര്യം. മാത്രമല്ല റിമിയുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുകൾ എൻജോയ് ചെയ്യാനും റിമി, ഞാൻ ഇത് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാര്യം നമ്മൾ അത്യാവശ്യം എക്കണോമിക്സ് പഠിച്ചിരിക്കണം ജീവിതത്തിൽ. ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി സിലബസിലുള്ള എക്കണോമിക്സ് അല്ല, വരവറിഞ്ഞ് നമ്മൾ ചെലവാക്കും. പക്ഷെ ഞാന് ഇച്ചിരി ഇപ്പോഴത്തെ ലൈഫ് ഇപ്പോഴേ ഉള്ളൂ, ഇപ്പൊ ആയുസ്സും ആരോഗ്യമുള്ള സമയത്തെ ചെലവാക്കുക, ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു ചീത്തപ്പോൾ ഇതായിരിക്കാം. ഒരിക്കലും ഇത് ആദ്യം മാതൃകയാക്കരുത്. നല്ല മോഡലല്ല. പക്ഷെ എനിക്ക് എന്റേതായ ഇതുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ചെലവാക്കിയില്ലേ പിന്നെ എപ്പോ ചെലവാക്കും. അങ്ങനെ ഞാൻ യാത്രയ്ക്ക് വേണ്ടിയും അല്ലാണ്ട് കാര്യത്തിൽ ഞാൻ പൈസ നന്നായിട്ട് ചെലവാക്കും ഒരാളാണ്. ആർഭാടത്തിന് വേണ്ടി ചെലവാക്കും. ആർഭാടം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യം, മെയിൻ ആയിട്ട് യാത്രക്കാണ് കൂടുതൽ. അതൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഫഷന് നിൽക്കുന്ന സമയത്ത് പെർഫോമർ അല്ലേ, നമ്മൾ പാട്ടുകാരിയല്ലേ, നമ്മൾ എല്ലാവരുടെ മുന്നിൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒരു അവതാരക എന്നുള്ള നിലയിൽ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ആണ്. ഡാൻസ്, പാട്ട്, തമാശ, എല്ലാ സാധനവും ചേർത്തിട്ടുള്ള ഒരു സാധനം. അങ്ങനെയൊന്നും ഇല്ലല്ലേ? എന്നെ പറ്റി ഇത്തിരി സാർ പറഞ്ഞില്ലേ, ഞാൻ പുകഴ്ത്തി പറയല്ല. ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ശരിക്കും പറഞ്ഞൊരു വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങിയതാ. ആ സമയത്ത് ഇവിടെ എല്ലാ ചാനലുകളും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ ചാനല് ലോഞ്ച് ചെയ്യുമ്പോൾ എല്ലാരും വിചാരിക്കും ഇതൊരിക്കലും ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ല. കാരണം എങ്ങനെ പൂക്കൾ എന്ന് പറഞ്ഞൊരു ചാനൽ വളർന്നു വരും. ഈ പൂക്കൾ മാത്രല്ല നടക്കുമ്പോഴല്ലേ ആൾക്ക് ഒരു ഫ്ലവർ ചാനല് ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം ഇത്രയും ലക്ഷോപലക്ഷം ചാനലുകളുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ചാനൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കി എടുക്കാൻ അത്ര ഐഡിയ വേണം. ചുമ്മാ വളവളാൻ സംസാരിക്കുക മാത്രമല്ല സാർ ചെയ്യുന്നത്. ഈ ഐഡിയ, ഈ ബ്രെയിൻ, ഇതിനു വേണ്ടി എന്താണ് കഴിക്കുന്നത്? ഞാൻ വികറുമായിട്ട് കഴിച്ചു. ആടിന്റെ അല്ല, ഒരിക്കലും റിമി, ഞാൻ മഴവിൽ മനോരമയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടോക്ക് ഷോ ലൈവായിട്ട് കൊടുക്കാൻ പോകും. സമദൂരം എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ആ ടോക്ക് ഷോ വരികയാണ്. അപ്പോൾ ആ ടോക്ക് ഷോ വരുന്ന സമയത്ത് അതിൻ്റെ സമയമാകാൻ ഒരു 15 സെക്കൻഡ് ഉള്ളപ്പോഴാണ് പെട്ടെന്ന് ഈ ഫ്ലോറിൽ അഴുക്കോ പൊടിയോ കിടക്കുന്ന എൻ്റെ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ അത് ശ്രദ്ധപ്പെട്ടപ്പോൾ എനിക്കറിയാം അവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ചേച്ചിയെ വിളിച്ചിട്ട് നമ്മൾ വേദി കയറ്റിയാൽ അവർ നടന്നു പോകുന്ന ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അവരിങ്ങനെ നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേന് ഈ ലൈവ് സംഭവം തുടങ്ങി കഴിയും. ഞാൻ
പെട്ടെന്ന് പോയി ഈ ഇത് ക്ലീൻ ചെയ്യാനുള്ള സാധനം എടുത്തു, മെറ്റീരിയൽ കൊണ്ടുവന്നു. ഞാൻ തന്നെ ഈ 10 സെക്കൻഡ് അടിച്ചു വരി. തിരക്കഥ സംഭാഷണം, എനിക്ക് തോന്നുന്നു മേനോൻ സാറിന് ശേഷം കഥാ തിരക്കഥ സംഭാഷണം, പോസ്റ്റർ ഒട്ടിക്കൽ, എല്ലാ പരിപാടി എല്ലാം ചെയ്യുന്ന നന്നായിട്ട് കൈ പ്രശ്നമുള്ള കൈയാണ്. പതുക്കെ അത് ഞാൻ പിടിച്ചൊലിച്ചേനെ, എനിക്കറിയാം. അപ്പഴേ ഞാൻ മറ്റേ ഓർത്ത്. അപ്പൊ തറ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് താല്പര്യമുള്ള, നമ്മളെയൊക്കെ വലിയ ലെവലിൽ പ്ലേസ് ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ള പുരുഷന്മാര്, നോട്ട് ലേഡീസ്. ഒരൊത്തൊരു പുരുഷൻ ചേച്ചി താഴെ ഇരിക്കുന്നുണ്ട്, മിക്കവാറും എന്നെ അടിക്കും. അന്നത്തെ ഒരു ഊണ് ഞാൻ മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വീട്ടിൽ അതിന്റെ നന്ദി വേണം കുട്ടി കേട്ടോ. ഞാൻ പറയുന്നു. ഓക്കെ. അപ്പോ ഇയാള് യഥാർത്ഥ പുള്ളി ഇങ്ങനെ കാണുന്നു വെച്ചാൽ കള്ളത്തൊണ്ടയിലൊക്കെ സംസാരിക്കണം. റിമി ടോമി എവിടെയാണ് വീട്, ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സഹൃദയനായ ഒരു മനുഷ്യൻ എന്നോട് എന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. മാത്രമല്ല ഇത് ആരോ അതിന്റെ ഒരു പടം എടുത്തിട്ട് വാട്സപ്പിലിട്ടപ്പോ അവതാരകൻ ഇങ്ങനെ അടിച്ചു വരുന്നു. അതാണ് പ്രശ്നം. ഞാൻ അയാളോട് പറഞ്ഞു, നമ്മളൊരു കലാപരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞു മുണ്ടങ്ങ് മടക്കി കുത്തണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് രമേഷ് പിഷാരടി റിമി ടോമിയെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഭയമുള്ള പെൺകുട്ടി റിമി ടോമിയാണെന്ന് രമേഷ് പിഷാരടി പറഞ്ഞു. പേടിയാന്ന് പറഞ്ഞു പുള്ളി. കാരണം പക്ഷെ ഞാൻ തിരിച്ചു പറയും, സ്റ്റേജില് കട്ടയ്ക്ക് നിൽക്കാൻ ഒരുപക്ഷെ നമ്മളെ ഒരുപക്ഷെ നല്ല മേലെ അത്രയും സ്പോണ്ടേനിയസ് ആയിട്ടും ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ കോമഡി പറയാനും കഥ കണക്ട് ചെയ്ത് പറയാനും അതൊരു സംഭവം തന്നെയാണ്. പക്ഷെ കട്ടക്കട്ടക്ക് റിമി നിൽക്കുന്നുണ്ട്, എന്നാലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് റിമി പേടിയാണെന്ന് പുള്ളി ഒരു ടെലിവിഷൻ എനിക്ക് തിരിച്ചു പുള്ളി പറഞ്ഞെന്താ അറിയോ? പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭയക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അപ്പൊ പ്രവചനാതീതമാണ് ആ കുട്ടി, എന്തും കയറി പറഞ്ഞു കളയും. അതുകൊണ്ടാണ് പിഷാരടി അങ്ങനെ ഭയക്കുന്നതെന്ന് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ പറഞ്ഞതായിട്ട് ആരോ പറയുന്നു. റോയിട്ടർ അല്ല, ആരോ പറഞ്ഞു.